എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കൃഷ്ണദാസ്, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ്, പാലക്കാട്. ഇത് ഒട്ടുമിക്ക എല്ലാ പേഷ്യൻസിൻ്റെയും, എല്ലാ ആസ്മ പേഷ്യൻസിൻ്റെയും ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോഴുള്ള ഡൗട്ടാണ്. ഇൻഹേലറിൽ സ്റ്റിറോയിഡ് ഉണ്ടല്ലോ, അതെനിക്ക് ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ, ഇത് ഞാൻ അഡിക്റ്റായി മാറുമോ എന്നെല്ലാം തികച്ചും തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഇൻഹേലറിലെ സ്റ്റിറോയിഡിൻ്റെ അംശം അല്ലെങ്കിൽ സ്റ്റിറോയിഡിൻ്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവ് മാത്രമാണ്. ഗുളികകളിൽ 10 മില്ലിഗ്രാം, 20 മില്ലിഗ്രാം, 30 മില്ലിഗ്രാം എന്ന ഡോസിൽ സ്റ്റിറോയിഡ് വരുമ്പോൾ മൈക്രോഗ്രാം ഡോസിൽ മാത്രമാണ് ഇൻഹേലറിൽ സ്റ്റിറോയിഡിൻ്റെ അളവ് വരുന്നത്. ഇവ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ലിവറിലോ കിഡ്നിയിലോ അല്ലെങ്കിൽ ബ്ലഡിലോ നേരിട്ട് കലരുന്നില്ല. നമുക്ക് ആസ്മ രോഗം മൂലം ബുദ്ധിമുട്ടുള്ള ശ്വാസകോശങ്ങളിലെ കുഴലുകളിലേക്ക് അല്ലെങ്കിൽ എയർവേയിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ മാത്രമാണ് സ്റ്റിറോയിഡുകൾക്ക് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത്, അതായത് നമുക്ക് ആസ്മ മൂലം ചുരുങ്ങിപ്പോയിട്ടുള്ള ശ്വാസനാളികൾ വികസിപ്പിക്കുകയും അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കുകയുമാണ് ഇൻഹേലറുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് സിസ്റ്റമിക് എഫക്ട്സ് അല്ലെങ്കിൽ സിസ്റ്റമിക് സൈഡ് എഫക്റ്റ് എന്നത് വളരെ കുറവായിരിക്കും. പിന്നെ മറ്റൊരു ചോദ്യമാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇൻഹേലർ ഉപയോഗിക്കണോ എന്നുള്ളത്. നമ്മുടെ മെയിനായിട്ടുള്ള അലർജിയുടെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ അലർജൻസ്, നമുക്ക് പറ്റാത്ത അലർജൻസിനെല്ലാം ഒഴിവാക്കുക എന്നതാണ്. സോ ഇൻഹേലർ ഉപയോഗിക്കുന്നതിനൊപ്പം നമുക്ക് അലർജിയുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കുന്നത് വഴി നമുക്ക് ആസ്മയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടിയും വരില്ല, മാത്രമല്ല അഡിക്ഷനും വരുന്നില്ല, മറ്റ് സിസ്റ്റമിക് സൈഡ് എഫക്ട്സും കുറവാണ്. അതുകൊണ്ട് ഇപ്പോഴും ആസ്മയ്ക്ക് വേണ്ടി ഗുളികകൾ മാത്രം കഴിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ ഇൻഹേലറിലേക്ക് മാറേണ്ടതാണ്. താങ്ക് യു.